ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മോർണിംഗ് വൈബും വയനാട്ടിൽ തന്നെയാണ്. അതെ, പുൽപ്പള്ളിക്ക് പോകുന്ന വഴിയാണ് സുൽത്താൻ ബത്തേരിന്ന്. ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ബോഗൻവില്ലയുടെ ഒരു സമയമാണ്. പക്ഷേ ഇവിടെയൊക്കെ കുറച്ച് ചെറിയ മഴകളൊക്കെ വന്നതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ബോഗൻവില്ല പോയിട്ടുണ്ട്. എങ്കിലും ഇതുപോലെ മനോഹരമായി നിൽക്കുന്ന ഒരു ബോഗൻവില്ലയൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ഒരു വീഡിയോ ഇരിക്കുക. മാത്രമല്ല ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സമയത്തൊക്കെ കാണാറുണ്ട്. കാണുമ്പോൾ ഞാൻ ഇത്രയും കാലം ചിന്തിച്ചിരുന്നത് ഈ ഷോപ്പ് നടത്തുന്ന ആളുകൾ തന്നെയായിരിക്കും ഇതിൻ്റെ ഓണേഴ്സെന്നാണ്. നോക്കുമ്പോൾ ഷോപ്പ് വേറെ ആളതും അതേപോലെ ഇതിൻ്റെ പുറകിൽ താമസിക്കുന്ന ആളതാണ് ഷിബു എന്നാണ് ആളുടെ പേര്. നല്ല ഭംഗിയായിട്ടുള്ള ബെഞ്ചസ് ആണ്. ശരിക്കും ഒരു ബൊക്കെ പോലെ തന്നെയാണ്. സാധാരണ ബോഗൻവില്ല എല്ലാം അങ്ങനെ തന്നെ ആണെങ്കിൽ കൂടി ഇതിൻ്റെ ഫ്ലവറിന് നല്ല വലിപ്പം തോന്നുന്നുണ്ട്. അതിന് ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയത് ഇത് ഈ കാണുന്ന ചാണകപ്പൊടി കണ്ടോ. ഇവരിവിടെ ചാണകമൊക്കെ ഉള്ളവരാണെന്ന് തോന്നുന്നു. അതിന് ശരിക്കും ഇവിടെ കൊണ്ടുവന്ന് ഉണക്കുന്ന സ്ഥലം ഇവിടെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇഷ്ടം പോലെ ആൾക്ക് നല്ല രീതിയിലുള്ള വളങ്ങളും കാര്യങ്ങളും കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ഭംഗിയുള്ളൊരു കാഴ്ച. മാത്രമല്ല ഈ ഷോപ്പ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ നല്ല മനോഹരമായിട്ട് അടുക്കി വെച്ച ഒരു കുറേ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ബോഗൻവില്ല ഇങ്ങനെ ഫ്ലവറായി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മനോഹരമായ കാഴ്ച. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. നമ്മളിതൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കാർ പോർച്ചോ അല്ലെങ്കിൽ പട്ടീൻ്റെ കൂടോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ പറകോളയുള്ളതോ ചെറിയ തിണ്ടുള്ളതോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ 4 മാസം സുഖമായിട്ട് നല്ല മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും എന്തെങ്കിലും നമുക്കൊരു ചെറിയ സ്ഥലങ്ങളൊക്കെ ഒന്ന് മറ കിട്ടണമെന്നുണ്ടെങ്കിലും നമുക്ക് ബോഗൻവില്ല നോക്കാവുന്നതാണ്. 4 മാസം നല്ല ഫ്ലവറും ബാക്കിയുള്ള സമയത്ത് നല്ല ഗ്രീനറി ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ വല്ല മൃഗശല്യമൊക്കെ വല്ലാതെ ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നാടൻ ബോഗൻവില്ല നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുള്ളും കാര്യങ്ങളുള്ളതുകൊണ്ട് അത്ര മൃഗശല്യത്തിനും കുറച്ച് കുറവുണ്ടാവും. അപ്പോൾ ഈ രീതിയിലൊക്കെ എന്തെങ്കിലും ചെയ്യുന്നവരുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ കാഴ്ച മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കുക. മാത്രമല്ല സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പുൽപ്പള്ളിക്ക് പോകുന്നവർ ചെതലയത്ത് ഈ ഒരു ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിലും ഒന്ന് തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.